ആ സമരത്തിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള കുറേയധികം കൾച്ചറൽ തീമുകളുണ്ട്. പൊളിറ്റിക്കൽ തീമുകൾ വിടുക, പൊളിറ്റിക്കൽ തീമിൽ തെറിയുണ്ട്, അശ്ലീലമുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും എന്തല്ല തെറ്റല്ല എന്ന് ഉറച്ച ബോധ്യമുള്ള, മോദിയെ തെറി വിളിക്കുന്നൊരു തെറ്റേ അല്ല എന്ന് ഉറച്ച ബോധ്യമുള്ളൊരു തലമുറയാണ് അത് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. അവരുടെ റീൽസിൽ വരുന്ന സോങ്ങുകൾ, അവരവിടെ ആലപിക്കുന്ന സോങ്ങുകൾ, ഇപ്പോൾ 2014 മുതൽ ഇതുവരെ നമ്മുടെ കൾച്ചർ എന്തിനാ അടിസ്ഥാനപ്പെടുത്തിയാണ്? പാട്രിയോട്ടിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദേശസ്നേഹം, വിജൃംഭിച്ച ദേശസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ സിനിമകൾ, ബ്ലോക്ക് ബസ്റ്റർ സിനിമകളെല്ലാം അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ദുരന്തർ സിനിമ പോലും രാജ്യസ്നേഹമാണ്. ഒരു പാട്ട് കഴിഞ്ഞ 12 വർഷത്തെ ഇറങ്ങിയ സിനിമയിൽ നിന്ന് ഒരു പാട്ട് നിങ്ങൾക്ക് അറിയില്ല, കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ ആലപിക്കുന്ന ഏതെങ്കിലും ഒരു സോങ്, ഉറിയിലെയോ അല്ലെങ്കിൽ ദുരന്തറിലൊക്കെ വലിയ മാസ് സോങ്സ് ഉണ്ട് അല്ലേ? RRRലെയോ ഏതെങ്കിലും ഒരു സോങ് കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ നിന്ന് വരുന്ന സോങ്ങുകൾ ഏതാണ്? ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്തോ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകളിലെ രംഗ്ദേ ബസന്തിലെ പാട്ട്, താരേ സമീൻ പറിലെ പാട്ട്, റോക്ക് സ്റ്റാറിലെ പാട്ട്, ഈ പാട്ടുകളാണ്. അത് ആക്സിഡൻ്റലി സംഭവിക്കുന്നതല്ലല്ലോ സൈഫു. ആ പാട്ടുകൾ മതി. കഴിഞ്ഞ 12 വർഷത്തെ സിനിമയിൽ ഒരു പാട്ടും വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ പറഞ്ഞ ചീഞ്ഞ വിജൃംഭിത കപട ദേശസ്നേഹത്തെ, ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? AR റഹ്മാൻ്റെ വന്ദേമാതരം ആലപിക്കുന്നു. അവർ വന്ദേമാതരം ആലപിക്കുന്നു. പോലീസ് തല്ലാൻ വരുമ്പോൾ സ്റ്റഡി ആയിട്ട് മഹേഷിൻ്റെ പ്രതികാരത്തിൽ ചെയ്യുന്ന പോലെ ദേശീയഗാനം ആലപിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക. ഞങ്ങളാണ് ട്രൂ പാട്രിയറ്റ്സ്, നിങ്ങളല്ല മിത്രങ്ങളെ, നിങ്ങളല്ല. നിങ്ങളുടെ ദേശസ്നേഹം കപടമാണ്, വ്യാജമാണ്. ഞങ്ങളാണ് ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ എന്ന കൃത്യമായ കൾച്ചറൽ സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിനൊരു പാഠം കൂടിയുണ്ട്. എങ്ങനെയാണ് ട്രൂ പാട്രിയറ്റ് ആവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പാഠമുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്ന സംഖ്യകൾക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല. ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികൾ എന്ന് ഉറച്ചു പറയാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനിയുമായിട്ടില്ല. അവരിപ്പോഴും റിസോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? BJP ഇപ്പോഴും റിസോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സമരം വരുമ്പോൾ തന്നെ അവർ പറയുന്നത് നിങ്ങൾ മറ്റ് രാജ്യക്കാരാണ് എന്നാണ്. പാകിസ്ഥാനാണ്, അമേരിക്കയാണ്, ബംഗ്ലാദേശാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ പോലും ആർക്ക് കഴിയുന്നില്ല? ട്രഡീഷണൽ രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നില്ല. ഈ വിദ്യാർത്ഥികൾ കഴിയുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ചോദ്യം ചെയ്യുന്നു, അവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഞങ്ങളാണ് ദേശസ്നേഹികൾ എന്ന് പറയുന്നത്, ഞങ്ങളുടെ രാജ്യമാണിത്, ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ചോദ്യം ചോദിക്കുന്നവർ കുറച്ച് അസേർട്ടീവായിട്ട് പറയുന്നു. അങ്ങനെ പറയണമെങ്കിൽ അതിനൊരു വേറെ തരത്തിലുള്ള പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി ആർക്കില്ല? രാഷ്ട്രീയ പാർട്ടികൾക്ക്. അവർ ആദ്യം പഠിക്കേണ്ട പാഠം അതാണ്. അവർ രാഷ്ട്രീയം പറയുന്നു. ആ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് അവർ കേൾക്കണം. എന്ത് രാഷ്ട്രീയമാണ് അവർ പറയുന്നത്? നിങ്ങൾ വിചാരിക്കും ഇവരെന്തൊക്കെയാണ് ഇത് പറയുന്നത്? ഞാൻ വേറൊരു റീൽ കണ്ടൊരു കാര്യം, ഫ്രീ സിഗരറ്റ്സ്. ജന്തർ മന്ദറിൽ ഒരു സ്റ്റാൾ ടേക്കാണ്, ഫ്രീ സിഗരറ്റ്. അതായത് സിഗരറ്റ് കഴിക്കുന്നവർക്ക് സിഗരറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇല്ലീഗലല്ലേ? അത്തരം ഒരു പബ്ലിക് പ്ലേസിൽ ഇത് കൊടുക്കുന്നു. അതിനൊക്കെ പിന്നിൽ വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. സിഗരറ്റ് വലിക്കുന്നവർ ഫ്രീ ആയിട്ട് സിഗരറ്റ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നവരെ സിഗരറ്റ് കൊടുക്കുന്നു. ഞാൻ അവിടെ നിന്നുള്ളൊരു 600-700 അധികം റീലുകൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ. അതിൽ ഓരോ റീലിലും വളരെ സൂക്ഷ്മമായുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവർ പറയുന്ന തമാശകളിലുണ്ട്, അവർ പറയുന്ന പാട്ടുകളുണ്ട്, അവർ വിളിക്കുന്ന തെറികളിൽ പോലും ഉണ്ട്. ഈ മോദിയെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ 12 വർഷമായി മോദിയെ വിമർശിച്ചാൽ ജയിലിൽ പോയി കിടക്കും. മോദിയെ വിമർശിച്ചാലാണ് നമ്മളെ നിരോധിച്ചത്, നമ്മുടെ ചാനൽ നിരോധിച്ചത്. അപ്പോൾ ഞങ്ങൾ തെറി വിളിക്കും, ഞങ്ങൾ വിമർശിക്കും എന്നൊരു തലമുറ എങ്ങനെയായിരിക്കും തീരുമാനിക്കേണ്ടത്? അവരുടെ ആ ഭയം എങ്ങനെ ഇല്ലാതായത്? അതായത് ആ ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. അങ്ങനെ ഭയക്കേണ്ട ഒന്നല്ല ഡിക്റ്റേറ്റർ എന്നെഴുതിയിട്ട് അതിനെ വേർതിരിച്ചെഴുതി അശ്ലീലമാക്കി മാറ്റിയാണ് അവർ തിരിച്ച് മറുപടി പറയുന്നത്. അതായത് അത്രയധികം സൂക്ഷ്മമായി ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് ഈ 30 വയസ്സിൽ താഴെയുള്ള ഈ വിദ്യാർത്ഥികൾ എന്ന് വരുമ്പോൾ ഈ പറയുന്ന ട്രഡീഷണലായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അവരുടെ നിലപാടുകളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ചെയ്യണം. അങ്ങനെ ആദ്യം ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജനങ്ങളോട് എന്താണ് പറയുന്നത്, ജനങ്ങളെങ്ങനെയാണ് ഈ അവരുടെ വിഷയങ്ങളിൽ ആകർഷിക്കുന്നത്. ഇപ്പോൾ E20 പെട്രോൾ ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിഷേധം അതേക്കുറിച്ചായിരിക്കും. E20 പെട്രോളിനെ കുറിച്ചായിരിക്കും. ഇന്നേ വരെ കോൺഗ്രസ് അതേക്കുറിച്ച് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടോ? E20 പെട്രോൾ രാഹുൽ ഗാന്ധിയുടെ വണ്ടി പോലും ചിലപ്പോൾ ഓഫായി പോകുന്നുണ്ടാവും. രാഹുൽ ഗാന്ധിക്ക് പോലും അത് പ്രശ്നമല്ല. അതേക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്കാമാണ്. ഈ നോട്ട് നിരോധനം കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാമാണ് എന്ത്? E20 പെട്രോൾ. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു പ്രശ്നമല്ല. അതേക്കുറിച്ച് ആരും പഠിക്കുന്നില്ല, അതേക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഓച്ചോരി തന്നെ. E20ക്കെതിരെ പ്രശ്നമൊന്നും ചിലപ്പോൾ മോഡിയുടെ സപ്പോർട്ടും കിട്ടും കേട്ടോ, ഗഡ്കരിക്കെതിരെ. അല്ല, അതിന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് വേറൊരു തരത്തിൽ ടാക്സ് കൊള്ള കൂടിയാണല്ലോ. അതായത് പെട്രോളിൽ വില കുറഞ്ഞ പട്ടച്ചാരായം
നമ്മൾ ഈ എത്രയാണെന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ പട്ടച്ചാരായാണ്, കരിമ്പിൽ നിന്നുണ്ടാകുന്ന പട്ടച്ചാരായം കലർത്തുന്നു. അതിന് എന്ത് ചെയ്യുന്നു, ഓൾറെഡി GST കൊടുത്ത് വാങ്ങുന്ന പട്ടച്ചാരായത്തിന് നമ്മൾ വീണ്ടും പെട്രോളിൻ്റെ കാശ് ടാക്സ് കൊടുക്കുകയാണ്. അത് അതിൽ വലിയ വേറൊരു ടാക്സുകൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇതൊന്നും ആരോട് വിളിച്ചു പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതേക്കുറിച്ചൊന്നും ആരും മിണ്ടുന്നില്ല, അവർക്ക് ആശങ്കയില്ല. അതൊക്കെ പോട്ടെ, ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഈ പ്രതിപക്ഷത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണല്ലോ വോട്ട് ചോരി. ഈ വോട്ട് ചോരി ഇവരെങ്ങനെയാണ് ഇനി ടേക്കപ്പ് ചെയ്യാൻ പോകുന്നത്? അതാണല്ലോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇലക്ഷൻ കമ്മീഷനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു ഭരണഘടനാ സ്ഥാപനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വിഷയം മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ വോട്ട് SIR, അതിന് രണ്ടും ജനങ്ങളുമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് SIR. നിങ്ങളുടെ വോട്ട് പോയി. ഈ പിള്ളേരോട് നിങ്ങളുടെ പാസ്പോർട്ട് കണ്ടു കേട്ടോ സമരം ചെയ്താലെന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി എന്താ പറയുക? അതിനെന്താ, അത് പൗരത്വരേഖയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വിസ്ഡം പോലും ആർക്കില്ല. ഈ കുട്ടികളുടെ വിസ്ഡം പോലും ഈ വിഷയത്തിൽ ആർക്കില്ല, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ജെൻസി കുട്ടികൾ അപൊളിറ്റിക്കലാണ്. അവർക്ക് രാജ്യത്തെക്കുറിച്ചൊന്നും അറിയില്ല, അവർക്ക് ബുദ്ധിയില്ല. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന മില്ലനിയൽസ് തന്തമാർ, ഞാൻ ഉൾപ്പെടെയുള്ള മില്ലനിയൽസ് തന്തമാർ, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഈ മുതിർന്ന ആളുകൾ, അവരൊന്നുകൂടി ഒന്ന് റീവർക്ക് ചെയ്യണം, അവരെ റീസ്ട്രക്ചർ ചെയ്യണം. കാരണം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ പറയുന്ന ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്. മറ്റ് ഏജിങ് പോപ്പുലേഷൻ അല്ല, അവരാണ് കൂടുതൽ വോട്ട് ചെയ്യുക. അവരുടേതാണ് രാജ്യം, അവരുടേതാണ് ഭാവി, അവരുടേതാണ് അടുത്ത തലമുറ, അവരാണ് ഇനി വോട്ടർമാർ. അപ്പോൾ അവർ സംസാരിക്കട്ടെ എന്ന് തീരുമാനിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഇവർക്കൊരു റിസർവേഷനെങ്കിലും കൊടുക്കണം ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്. ഈ തന്തമാരുടെ ആശയങ്ങളെക്കാൾ ഇവരുടെ ആശയങ്ങൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാവുക, അവർക്കാണ് കുറേ കൂടി പൊളിറ്റിക്കൽ കൃത്യത ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.